हमको मन की शक्ति देना, मन विजय करे, दूसरों की जय से पहले खुद को जय करे। हमको मन की शक्ति देना। नमस्कार। 14 सितंबर को हम भारतवासी हिंदी दिवस के रूप में मनाते हैं। इस साल स्थितियां बिल्कुल ही बदल गई हैं। परिस्थिति चाहे जैसे भी हो, आगे बढ़ते रहना प्रकृति का नियम है। इतिहास को परखें तो हम देख सकते हैं हिंदी भाषा भी अनेक परिस्थितियों से गुजरती हुई आज भारत की एकता के प्रतीक के रूप में हमारे सामने खड़ी है। अस्मिता हिंदी सप्ताह समारोह में अनेक प्रतियोगिताओं का आयोजन हुआ। इसमें हिंदी देशभक्ति गीत, हिंदी कविता आलापन, हिंदी निबंध लेखन, इन सभी प्रतियोगिताओं में विद्यार्थियों ने बड़े ही उत्साह के साथ भाग लिया। अस्मिता इस शब्द का अर्थ है अभिमान अथवा आत्माभिमान। हिंदी हमारी आन बान शान है। इस समारोह के अध्यक्ष के रूप में हमारे बीच मौजूद हैं हमारे कॉलेज के प्राचार्य डॉक्टर अनिल कुमार जी। उनकी प्रेरणा और प्रोत्साहन हमारे साथ हमेशा है। आपका इस समारोह में मैं स्वागत करती हूँ। इस समारोह का उद्घाटन कर बीच भाषण देने के लिए हमारे बीच मौजूद है कोड़िकोड सामुद्री गुरुवायूरप्पन कॉलेज की हिंदी विभाग अध्यक्षा डॉक्टर मीरा पीआई। वे मेरे मित्र हैं और मुझे ये कहने में बड़ी खुशी हो रही है, हमारी दोस्ती को 21 साल हो गए हैं। आपका इस समारोह में मैं स्वागत करती हूँ। आशीर्वचन देने के लिए हमारे बीच मौजूद हैं हमारे कॉलेज के सीईओ फादर वर्गीस कोलमाउडी जी। आपका भी इस समारोह में मैं स्वागत करती हूँ। अगले हमारे कॉलेज के कोषाध्यक्ष फादर जॉर्ज आलमुर्सी जी। आपको भी मैं इस समारोह में स्वागत करती हूँ। अगले हमारे IQAC के संयोजक डॉक्टर दिलीप MR जी। आपका भी इस समारोह में मैं स्वागत करती हूँ। अगले स्ववित्त पोषक निर्देशक प्रोफेसर तारा फिलिप जी। आपका भी मैं स्वागत करती हूँ। धन्यवाद ज्ञापित करने के लिए हमारे ही कॉलेज की BA इंग्लिश की दूसरे वर्ष की छात्रा अंजलि रोज हमारे बीच है। आपको भी मैं स्वागत करती हूँ। अस्मिता हिंदी सप्ताह समारोह में भाग लेने वाले सभी विद्यार्थियों को बधाइयां देते हुए मैं समाप्त करती हूँ। धन्यवाद। ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ 14 ഭാരതം മുഴുവനും ഹിന്ദി ദിവസ് ആയി കൊണ്ടാടുകയാണ്. ഹിന്ദിയെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിനം. ഹിന്ദി സപ്താഹ്, ഹിന്ദി പക്കട എന്നീ പ്രോഗ്രാമുകളിലൂടെ ഭാരതം ഈ ദിനത്തെ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ പഴശ്ശിരാജ കോളേജിലെ ഹിന്ദി വിഭാഗം സംഘടിപ്പിച്ച അസ്മിത 2K20 എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നു. ഈ പരിപാടിക്ക് മുൻകൈയെടുത്ത കോളേജിലെ ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ ടീന ടീച്ചറെയും മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയെങ്കിലും 1950 ജനുവരി 26 മാത്രമാണ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറാൻ കഴിഞ്ഞത്. അതുവരെയും ബ്രിട്ടീഷ് ഭരണഘടന അനുസരിച്ചാണ് നാം പ്രവർത്തിച്ചത്. ഇത്തരം സാഹചര്യത്തിലാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ സമിതി രൂപീകരിച്ചത്. 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ സമിതി ഹിന്ദിയെ ഒരു ഭാരതത്തിൻ്റെ ഭരണഭാഷയായി പ്രഖ്യാപിച്ചു. 15 വർഷത്തോളം ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷും ഭരണഭാഷയായി തുടരാനും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ 73 വർഷമായിട്ടും ഹിന്ദിയെ ഭരണഭാഷയായി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ വസ്തുതയാണ്.
ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ 15 ഭാഷകളെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചു. പിന്നീട് 7 ഭാഷകൾ കൂടി ചേർത്ത് 22 ഭാഷകളെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചു. ഹിന്ദി രാഷ്ട്രഭാഷയായും ഭരണഭാഷയായും ഒപ്പം സമ്പർക്ക ഭാഷയുമായി ഇന്ന് തുടരുകയാണ്. മാത്രമല്ല ഹിന്ദി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 3ാമത്തെ ഭാഷയാണ്. ഹിന്ദി സംസ്ഥാനങ്ങളിൽ മാത്രമല്ല അഹിന്ദി സംസ്ഥാനങ്ങളിലും ഇന്ന് ഹിന്ദി ഒരു സംസാര ഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 150ഓളം വിദേശ സർവകലാശാലകളിൽ ഹിന്ദി പഠിപ്പിക്കുന്നു. 37ഓളം വിദേശ രാഷ്ട്രങ്ങളിൽ ഹിന്ദി ഒരു സംസാര ഭാഷയായും സാഹിത്യ ഭാഷയായും ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദി ഇന്ന് ഒരു ഭാഷയ്ക്കപ്പുറം ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തോടുള്ള നമ്മുടെ വികാരം പോലെ രാഷ്ട്രഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് പഴശ്ശിരാജ കോളേജ് ഹിന്ദി വിഭാഗം സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ ഹിന്ദി ഭാഷയ്ക്ക് ഊർജവും പ്രൗഢിയും ബഹുമാനവും നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് സംഘടിപ്പിച്ച ടീന ടീച്ചറെയും ഹിന്ദി വിഭാഗത്തിലുള്ള മറ്റ് വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ജയ് ഹിന്ദ്. सभी को मेरा नमस्कार। मैं डॉक्टर मीरा PI सामुद्री गुरुवायूरप्पन कॉलेज कोझिकोड के हिंदी विभाग की अध्यक्षा हूँ। पळशीराजा कॉलेज पुलपल्ली के हिंदी विभाग द्वारा आयोजित हिंदी पखवाड़ा समारोह के समापन सत्र यहाँ संपन्न हो रहे हैं। इसमें भाग लेने का जो मौका मुझे दिया गया है उसके लिए मैं आप लोगों के प्रति आभार प्रकट करती हूँ और सबसे पहले मैं हिंदी दिवस की शुभकामनाएं देती हूँ आपको। और उसके साथ ही इस कार्यक्रम में उपस्थित इस कार्यक्रम के अध्यक्ष डॉक्टर अनिल कुमार सर जो आपके कॉलेज के प्राचार्य हैं और आपके हिंदी विभाग की अध्यक्षा डॉक्टर टीना जो मेरी सबसे अच्छी दोस्त है, उनके प्रति और आशीर्वचन के लिए यहाँ उपस्थित फादर वर्गीस कोल्लमाउडी, फादर जॉर्ज आलूमुटिल, डॉक्टर दिलीप, प्रोफेसर सारा फिलिप और जो कृतज्ञता ज्ञापित करने के लिए यहाँ उपस्थित विद्यार्थी अंजलि रोज, सभी के प्रति मैं अपना आभार प्रकट करती हूँ। आज इस मौके पर मैं आप लोगों से चंद बातें बताना चाहूँगी जो कि आप लोग जानते हैं कि 14 सितंबर हम हिंदी दिवस के रूप में मनाते हैं। हम क्यों मनाते हैं? क्योंकि 14 सितंबर 1949 को ही विधानसभा ने एक मत से यह निर्णय लिया कि हिंदी भारत की राजभाषा होगी। राष्ट्रीय स्तर पर हिंदी की महत्व को प्रतिपादित करने और हर क्षेत्र में हिंदी को प्रसारित करने के लिए ही हम इस दिन को हिंदी दिवस के रूप में मनाते हैं। महात्मा गांधी और आचार्य विनोबा भावे आप लोगों ने सुना होगा। जैसे महात्माओं ने स्वतंत्रता संग्राम के मौके पर भारत को एक सूत्र में बांधने का जो निश्चय लिया था, तभी उनके मन में हिंदी भाषा कैसे आई, यह विचारणीय बात है। तो कुल मिलाकर हम ये कह सकते हैं कि उस समय में भारत को एक सूत्र में बांधने की जो क्षमता एक ही भाषा में थी वो हिंदी थी। विनोबा भावे जी कहते हैं, आचार्य विनोबा भावे जी कहते हैं कि हिंदुस्तान की दूसरी भाषाओं को मणियों की उपमा देते हैं। अगर दूसरी भाषाओं को हम एक जो माला कहते हैं उस माला की जो मणियाँ हैं, अगर उपमा के रूप में हम भाषाओं को मणियों के रूप में लें तो हिंदी भाषा उन मणियों को एक साथ पिरोने वाले धागे के स्थान ले लेते हैं। तो हिंदी भाषा एक माले में जो धागे का स्थान है वो हिंदी भाषा को है। इसलिए हमारे लिए हिंदी सिर्फ एक भाषा नहीं है, हमारे लिए वो एक चेतना है। हिंदी का मैदान विशाल है। इस कथन का तात्पर्य है कि हिंदी भाषा की आज जो अनंत संभावनाएं हैं वही इसका अर्थ है। जैसे कि मैं कहना चाहूंगी कि शिक्षा के क्षेत्र में आप लोग अध्यापक के रूप में और केंद्र सरकार के जैसे कार्यालयों में हिंदी ऑफिसर, ट्रांसलेटर्स आदि पदों में आप कार्यरत हो सकते हैं
और प्राइवेट सेक्टर में अगर हम देखें तो मीडिया, पत्रकारिता और फिल्म इंडस्ट्री जैसे क्षेत्र आपके लिए खुला पड़ा है। यही नहीं, अगर आप लोग भारत से बाहर जाने के बारे में सोचते हैं या चाव रखते हैं तो आपके लिए ये उपयोगी रहेगा ये जानकारी कि भारत के बाहर 150 से भी अधिक विश्वविद्यालयों में हिंदी अध्यापन हो रहा है। तो बेहिचक आप इसके बाद बाहर, अगर भारत से बाहर आप जाना चाहते हैं तभी आपके लिए मौका है। और ज्यादातर हमारी भारत की जो संस्कृति है वो जानने का मौका हिंदी से ही आपको प्राप्त हो सकता है। केरल में हिंदी ये विषय कुछ अलग है, क्योंकि केरल और तमिलनाडु को अगर लिया जाए तो आप केरल और तमिलनाडु को छोड़कर आप अन्यत्र उत्तर भारत में या दक्षिण भारत में ही आप कहीं भी जाए तो कार्यालय से छोड़कर आप क्या बोलते हैं हम कि सब्जी मंडी तक आपके लिए हिंदी उपयोगी रहेगा। अगर आप बाहर कभी गए हैं तो आप समझ चुके होंगे कि हिंदी जानना बहुत ज़रूरी है, बहुत बहुत ज़रूरी है, क्योंकि भारत में अगर अंग्रेज़ी भी आप जानते हो तो भी जो निचले स्तर के जो हम लोग हैं, माने सब्जी मंडी या व्यापारी जो भी हैं, उनसे अगर हमें बातें करने का जो मौका मिले तो उनका जो मीडियम होता है, माध्यम होता है, वो हिंदी ही होता है। तो हिंदी हमारे लिए बहुत ही अहमियत रखने वाली एक भाषा है जो हमें सीखना चाहिए। एक भारतीय होने के नाते हमें सीखना चाहिए। आप लोग शायद कॉमन कोर्स के विद्यार्थी हैं, फिर भी आपने कॉमन कोर्स के रूप में हिंदी को लिया, यही बहुत बड़ी बात है। मैं यही कहना चाहूँगी कि व्याकरणिक दृष्टि से हिंदी और मलयालम को अगर देखा जाए तो ग्रामेटिकल स्ट्रक्चर सेम है, और फिर उसके साथ ही 75% शब्द वैसे ही हिंदी के वैसे ही शब्द मलयालम में प्रयुक्त होते हैं। फिर भी मलयाली लोग जो हिंदी को सरल भाषा नहीं समझते। ये क्यों, ये सोचने वाली बात है। फिर भी आप लोगों ने हिंदी सेकेंड लैंग्वेज के रूप में या कॉमन कोर्स के रूप में अपने हिंदी को लिया। ये हमारे लिए एक आशा, एक आकांक्षा है। समय तो बदल रहा है। पिछले ज़माने में तो केरल में हिंदी की बिल्कुल अहमियत नहीं थी, लेकिन जो आज युवा पीढ़ी है, जो आप लोग समझ रहे हैं कि एक भाषा पढ़ना वो कितनी अहमियत रखती है, आप लोग जानते हैं। और और आप जैसे जो विद्यार्थी गण हैं, हिंदी को विकसित करने के लिए जो पद पर अग्रसर है, वो हम जैसे हिंदी प्रेमियों के लिए बहुत ही आशा का एक तरह से हम कह सकते हैं दीपक है। जनपदीय भाषा, राष्ट्रीय भाषा और वैश्विक स्तर पर की भाषा के रूप में, वैश्विक स्तर की भाषा के रूप में हिंदी के विकास का सोपान आज हम देख रहे हैं। और हमें हिंदी को और विकसित करने के बारे में हमें सोचना चाहिए, और हिंदी को एक विश्व मैत्री की भाषा के रूप में हमें देखना चाहिए। और हिंदी मातृभाषा न होकर भी उसे आत्मसात करने का जो प्रयास आप लोगों ने किया है वो बहुत ही सराहनीय है। इस कोरोना कालीन संदर्भ में भी आप लोगों ने टेक्नोलॉजी के साथ हम लोग जुड़ रहे हैं, यही बहुत बड़ी बात है। और इसी तरह हिंदी को माध्यम बनाकर भारतीय भाषाओं को जोड़ने का जो प्रयास है वो हमें करना चाहिए। और एक बार फिर आप सभी को हिंदी दिवस की शुभकामनाएं देती हूँ, और ये कहना चाहूँगी कि प्रशस्त पुण्य पंथ है, बढ़े चलो बढ़े चलो। जय भारत, जय हिंदी। പ്രിയമുള്ളവരെ,
ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം രാഷ്ട്രഭാഷാ ദിനമായി ആചരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രഭാഷയായ ഹിന്ദി ഇന്ത്യ എന്ന ബൃഹത്തായ രാജ്യത്തെ സമന്വയിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുന്നു. ഭാരതമെന്ന ബഹുസ്വരതയുടെ രാജ്യം അനേക ഭാഷകളും സംസ്കാരങ്ങളും ജീവിത രീതികളും ഭക്ഷണക്രമങ്ങളും വസ്ത്രരീതികളും ഒക്കെയുള്ള ഒരു നാനാത്വത്തിൻ്റെ രാജ്യം. അത് വലിയൊരു അളവിൽ സമന്വയിക്കപ്പെടുന്നത് ഹിന്ദി എന്ന രാഷ്ട്രഭാഷയിലൂടെയാണ്. ഈ ഭാഷയുടെ പഠനവും ഏകീകരണവുമൊക്കെ സാധ്യമാകുന്നത് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രഭാഷാ ദിനമായി നമ്മുടെ രാജ്യം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. പഴശ്ശിരാജ കോളേജിൻ്റെ ഹിന്ദി വിഭാഗം അധ്യാപികയായ ഡോക്ടർ ടീനയും വിദ്യാർത്ഥികളും മറ്റധ്യാപകരും ഒക്കെ ചേർന്ന് ഈ ദിനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടത്താൻ തീരുമാനിച്ചതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. കൊച്ചു കൊച്ചു കുറേ മത്സരങ്ങളും ഒക്കെയായി നടത്തപ്പെടുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നമ്മുടെ കോളേജിൽ നടക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. നന്ദി. प्यारे दोस्तों, पढ़शिराजा महाविद्यालय के हिंदी विभाग इस साल हिंदी दिवस मनाने निर्णय लिया है. हिंदी दिवस के उपलक्ष्य में अनेक कार्यक्रम और प्रतियोगिताएं आयोजित किया जाएंगे. आप लोग इन कार्यक्रमों में पूरे उत्साह के साथ भाग लें. इस अवसर पर मैं हिंदी विभाग प्रमुख और अन्य सभी गुरुजनों को उनके इस पहले के लिए बधाई देता हूँ. सबको धन्यवाद. എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി എന്ന ഈ പ്രമുഖമായ ഭാഷ അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ആകർഷണീയത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കോളേജിലെ ഹിന്ദി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു കാണുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും ഒന്നിലധികം ഭാഷ അറിയുന്നത് നമുക്ക് മനുഷ്യനെന്ന സാമൂഹ്യ ജീവിക്ക് വളരെയധികം മൈലേജ് നൽകുന്ന നല്ലതായ ഒരു കാര്യമാണ്. അതിൽ ഹിന്ദിക്കുള്ള പ്രത്യേകത വളരെ വലുതാണ്. കാരണം ഒരു വലിയ സമൂഹം സംവദിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പം തീർച്ചയായും അതുകൊണ്ടുള്ള നമുക്ക് പലപ്പോഴും പല സമൂഹങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോഴും ഹിന്ദി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. ഞാനൊക്കെ ഹിന്ദി വടക്കേ ഇന്ത്യയിൽ പോയി പഠിച്ചിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ പഠിക്കുന്ന കാലത്ത് അത് സ്വായത്തമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പലപ്പോഴും കാര്യമായ രീതിയിൽ ഭാരതത്തിൻ്റെ പല കാര്യങ്ങളും ആസ്വദിക്കുവാൻ, അത് എൻജോയ് ചെയ്യുവാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ തീർച്ചയായും ഈ ഹിന്ദി വിഭാഗം, പഴശ്ശിരാജ കോളേജിൻ്റെ ഹിന്ദി വിഭാഗം നടത്തി വരുന്ന ഈ പരിപാടികൾ, ഒട്ടനവധി കോമ്പറ്റീഷൻസും കോൺടെസ്റ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സത്യത്തിൽ മത്സരത്തിൽ ഒരാളിനെ ചൂസ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അതിലേക്കുള്ള ആകർഷണീയത, അതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് തൽപരത വളർത്തുക എന്ന് പറയുന്ന ഒരു പ്രമുഖമായ ലക്ഷ്യം കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഈ നടപടികളെ പൂർണ്ണമായും ശ്ലാഘനീയമാണ്. അത് നടത്തുന്ന ഹിന്ദി വിഭാഗത്തിനും അതിൻ്റെ അധ്യാപകർക്കും ഒപ്പം അതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഇതിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പഴശ്ശിരാജ കോളേജിലെ ഹിന്ദി വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഹിന്ദി ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന വിവിധയിനം മത്സരങ്ങൾക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഒപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഡോക്ടർ ടീനയെ ഹൃദ്യമായി അനുമോദിക്കുകയും ചെയ്യുന്നു. We are happy to hear that the Department of Hindi is organizing Asmita 2K20 to revive
to revitalize and to re-energize our students in this COVID season. I wish all the best on behalf of the Department of Economics to Dr. Tina and all the students who participate in it. Thank you. It is immensely gratifying to learn that the Department of Hindi, Parshada College, has been organizing various competitions to our students across the departments with the name Asmika 2K20. This is a very commendable effort from the side of the Hindi department in this age of COVID pandemic. It is totally different from the conventional style of competitions. The students can express their talents through this online competition. On behalf of the Department of History, we wish a grand success to this program. And also we felicitate Dr. Tina, the head of the department, who has took great pain to organize such a wonderful event. Thank you. വിദ്യാർത്ഥി പങ്കാളിത്തത്തോടെ വിവിധ മത്സരങ്ങളായി നടത്തപ്പെടുന്ന ഹിന്ദി വാരം ആഘോഷ പരിപാടികൾക്ക് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതോടൊപ്പം ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ടീന ടീച്ചർക്കും ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. പാട്ടും നൃത്തവും ആരവങ്ങളും ആഘോഷങ്ങളുമായി ക്യാമ്പസുകൾ കലോത്സവത്തിനായി അണിഞ്ഞൊരുങ്ങേണ്ട സമയമാണിത്. എന്നാൽ കോവിഡ് എന്ന സൂക്ഷ്മജീവിയുടെ തടവറയിൽ അകപ്പെട്ടിരിക്കുകയാണ് നാം ഇപ്പോൾ. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അല്ലാതെ നമ്മുടെ കലാപ്രകടനങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ അവസരമുണ്ടാകുന്നില്ല. എന്നിരുന്നാലും ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിച്ചേ മതിയാകൂ. കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് പറക്കുവാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് ഓടുവാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നടക്കുവാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എഴയുക. എങ്ങനെയായാലും നമുക്ക് മുന്നോട്ടേക്ക് പോയേ സാധിക്കൂ. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മാനസികോല്ലാസം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ഓൺലൈൻ പരിപാടികൾക്ക് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള ഹൃദ്യമായ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ വർഷവും സെപ്റ്റംബർ 14 നമ്മൾ ഭാരതീയർ ഹിന്ദി ദിനമായി ആചരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി പഴശ്ശിരാജ കോളേജ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പ്രോഗ്രാമായ അസ്മിത ഹിന്ദി സപ്താഹിന് എൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഭാഷയാണല്ലോ ഹിന്ദി. വളരെ പൗരാണികമായ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഹിന്ദി ഭാഷ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ കൂടിയാണ്. സംഗീതത്തിൻ്റെ ഭാഷ എന്നറിയപ്പെടുന്ന ഹിന്ദി ഇന്ത്യയുടെ സാഹിത്യ രംഗത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ വളരെ ബൃഹത്തായ ഒന്നാണ്. ബോളിവുഡ് ചിത്രങ്ങളിലൂടെയും സംഗീതങ്ങളിലൂടെയും ഇന്ത്യൻ യുവജനതയുടെ ഹൃദയം കൈയടക്കിയ ഭാഷയാണ് ഹിന്ദി. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഹിന്ദി ഭാഷ പഠിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ വിനിയോഗിക്കേണ്ടതാണ്. പഴശ്ശിരാജ കോളേജിന് അത്തരത്തിലൊരു അവസരം ഒരുക്കിത്തന്ന ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിനും അതിന് നേതൃത്വം വഹിക്കുന്ന ടീന മിസ്സിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഏതാനും മാസങ്ങളായിട്ട് കോവിഡിൻ്റെ വെല്ലുവിളികളെ, അത് വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിയ ഭീഷണിയെ സധൈര്യം നേരിട്ടുകൊണ്ട് അതിജീവനത്തിൻ്റെ പുതിയ ചരിത്രം കുറിക്കുകയാണ് നാം എല്ലാവരും. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട പഴശ്ശിരാജ കോളേജ് അകലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കോളേജിൽ നടത്തിയ പരിപാടികളുടെ ലിസ്റ്റിലേക്ക് ഇതാ പുതിയൊരു പരിപാടി കൂടി എത്തിയിരിക്കുകയാണ്. അസ്മിത എസ്സേ റൈറ്റിംഗ്, റെസിറ്റേഷൻ, ഒപ്പം പാട്രിയോട്ടിക് സോങ് എന്നിങ്ങനെ 3 മത്സരങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ അസ്മിതയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നതിനൊപ്പം തന്നെ അക്ഷരാർത്ഥത്തിൽ അത് കോളേജിൻ്റെ ഒരു അഭിമാന പരിപാടിയായി മാറട്ടെ, ഒരു അഭിമാനമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, വിജയിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും, ഒപ്പം ഇതിൻ്റെ സംഘാടകർക്കും മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നത് നമ്മുടെ ഭരണഘടനയോടൊപ്പം അതിൻ്റേതായ ഒരു പങ്ക് നമ്മുടെ രാഷ്ട്രഭാഷയും വഹിക്കുന്നു. ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കി പഴശ്ശിരാജ കോളേജിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന
ഹിന്ദി വാരാഘോഷത്തിന് നേതൃത്വം കൊടുത്ത ടീന ടീച്ചർക്കും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും മാനേജ്മെൻറ്റ് അടക്കമുള്ളവർക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോകെമിസ്ട്രിയുടെ എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി. ആദ്യമായി നമ്മുടെ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദി ഡേയുമായി ബന്ധപ്പെടുത്തി നടത്തിയ അസ്മിത എന്ന ഈ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായി നടത്താൻ മുൻകൈയെടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് HOD ഡോക്ടർ ടീന മിസ്സിനെയും അതുപോലെ ഇതിനായി പ്രവർത്തിച്ച എല്ലാ സ്റ്റുഡൻസിനെയും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി വിവിധ മത്സരങ്ങൾ നടന്നു. ഈ മത്സരങ്ങളിലെ മത്സരാർത്ഥികളെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഇവിടെ പാട്രിയോട്ടിക് സോങ് കോമ്പറ്റീഷൻ്റെ റിസൾട്ടുകളാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. 3rd പ്രൈസ് ഗോസ് ടു അനീന മാത്യു ഓഫ് 2nd ഇയർ BA English. 2nd prize goes to Anjana Kuriakos of 2nd year BA English. And the 1st prize goes to Sandra Sunil of BA Mass Communication. Congratulations to all the winners and all the participants. Thank you. जय जय भारत भूमि, जय जय पुण्य भूमि, जय जय भारत भूमि, जय जय पुण्य भूमि, वेद पुराणों का यह भूमि, बलिदानों का भूमि, आर्ष भारत भूमि, वंदे मातर भूमि, आर्ष भारत भूमि, वंदे मातर भूमि, ये भारत भूमि हमारी जिंदगी से प्यारी, കഥകളിക്ക് മുക്ത ഭാവ് കേ പുളകിത് കേരള ധരണി സേ, കഥകളിക്ക് മുക്ത ഭാവ് കേ പുളകിത് കേരള ധരണി സേ, തുഞ്ചൻ के वह शारिगनन है, तुंजन के वह शारिगनन है, गाते राम कथा सुनते, गाते राम कथा सुनते, आ सत्यनीति धर्म के पुण्य भूमि, भारत है भारत 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 है भारत 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 है भारत 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 भारत, कृष्ण गीता शांत की धर्म भूमि, भारत है भारत 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 है भारत भारत, खंड में सदा शांति मंत्र गीत है, सत्य दुर्ग सदा है, गंडधार हाथ है, आ ला 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 ला, आ ला 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 ला, एक राग के है मिक एक प्यार है, एक बाग के है बोल एक ताल है, एक ते है समीर आसमान एकता अनेकता में एकता, ये हिंद की विशेषता विशेषता विशेषता, ला 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 ला, ला 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 ला, वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम।
का, डर नहीं तूफान बाद का, अंधेरी रात का, डर नहीं हो दो तो दुनिया के कबड़ के दांत का, नयनों में ध्रुव दीन के अनुरूप ही दृढ़ भाव का, ले चले हम राष्ट्र नौका को भंवर से पार का। हे बरामनु में तब से मुनिवरों का त्याग है, और हृदयों में हमारा वीरता का आग है। हाथ है उद्योग में हृद राष्ट्र सेवा दार का, ले चले हम राष्ट्र नौका को भंवर से पार का, ले चले हम राष्ट्र नौका को भंवर से पार का। केसरी बाना सचायो वीर का श्रृंगार का, ले चले ले चले ले चले हम राष्ट्र नौका को भंवर से पार का। पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा, पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा। भारत माता जग विख्याता, तुझ पर हम बलिहारे माँ। भारत माता जग विख्याता, तुझ पर हम बलिहारे माँ। हम तेरे प्रिय पुत्र की जननी, हम तेरे प्रिय पुत्र की जननी, तू हम सबको प्यारी माँ। पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा, पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा। पप्प पाप पप गरि सा ग ग ग ग ग ग मगरि मगरि, पप्प पाप पप गरि सा ग ग ग ग ग ग मगरि मगरि। पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा, पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा। सागर लौट रहा चरणों में, घुमट घुमट कर यही सावन में। सागर लौट रहा चरणों में, घुमट घुमट कर यही सावन में। वन उपवन पर फूल मनोहर, वन उपवन पर फूल मनोहर, सुंदर और सुगरिमा। पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा, पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा। सुंदर शीतल गंग यही है, नंदन वन प्रिय स्वर्ग है। सुंदर शीतल गंग यही है, नंदन वन प्रिय स्वर्ग है। वन उपवन पर फूल मनोहर, वन उपवन पर फूल मनोहर, सुंदर और सुगरिमा। पसगा गरे रे निरि पप्प गा गरि रि निरि सा निरि सा निरि सा, पसगा गरे रे निरि पप्प गा गरि रि
निरिसा निरिसा निरिसा। भारत माता जग विख्याता, तुझ पर हम बलिहारे माँ। हम तेरे प्रिय पुत्र की जननी, हम तेरे प्रिय पुत्र की जननी, तू हम सबको प्यारे माँ। पसगा करे रे निरि पापा गा करी रे निरिसा निरिसा निरिसा। पसगा करे रे निरि पापा गा करी रे निरिसा निरिसा निरिसा। नमस्ते। आज मैं आपके सामने अयोध्या सिंह उपाध्याय हरिओद द्वारा रचित कविता करमवीर प्रस्तुत करने जा रही हूँ। तो आइए सुनते हैं करमवीर। देखकर बाधा विविध बहुविघ्न घबराते नहीं, रहबरों से भाग के दुख भोग पछताते नहीं। काम कितना ही कठिन हो किंतु उपताते नहीं, भीड़ में चंचल बने जो वीर दिखलाते नहीं। हो गए एक आन में उनके बुरे दिन भी फले, सब जगह सब काल में वे ही मिले फूले फले। आज करना है जिसे करते उसे है आज ही, सोचते कहते हैं जो कुछ कर दिखाते हैं वही। मानते जो भी सुनते हैं सदा सबके कही, जो मदद करते हैं अपनी इस जगत में आप ही। फूल करते हुए दूसरों का मुंह कभी तकते नहीं, कौन ऐसा काम है वे कर जिसे सकते नहीं। जो कभी अपने समय को यूं बिताते हैं नहीं, काम करने की जगह बातें बनाते ही नहीं। आजकल करते हुए जो दिन गवाते हैं नहीं, यत्न करने से कभी जो जी जुराते हैं नहीं। बात है वह कौन जो होती नहीं उनके लिए, वे नमूना आप बन जाते हैं औरों के लिए। ധന്യവാദ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റാണി എസ് പിള്ളൈ. പഴശ്ശിരാജ കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 14 ഹിന്ദി ദിനം അല്ലെങ്കിൽ രാഷ്ട്രഭാഷാ ദിനം, ഈ ദിനത്തോടനുബന്ധിച്ച് ഹിന്ദി വാരാഘോഷം നടന്നു പോരുന്നു. ഇതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ ഓൺലൈൻ കോമ്പറ്റീഷനുകൾ നടത്തപ്പെട്ടു പോരുന്നു. ഇതിലെ ഒരു പ്രധാന ഇനമായിരുന്നു ഹിന്ദി നിബന്ധ് പ്രതിയോഗിത. ഹിന്ദി നിബന്ധ് പ്രതിയോഗിത അല്ലെങ്കിൽ ഹിന്ദി എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ്റെ വിധി നിർണ്ണയിക്കുക എന്നുള്ള ഒരു കർത്തവ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഭാഗ്യമായി എനിക്ക് തോന്നിയത് കുട്ടികൾ ഇത്രയും സീരിയസ് ആയിട്ട് എഴുതിയ കുറേ നിബന്ധകൾ അല്ലെങ്കിൽ കുറേ എസ്സേകൾ എനിക്ക് വായിക്കാൻ സാധിച്ചു. അത് ഒന്നിനൊന്നും മികച്ചതായിട്ട് ഉള്ള രീതിയിലാണ് കുട്ടികൾ എഴുതിയത്. കുട്ടികൾ ഇത്രയും സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നു, രാഷ്ട്രഭാഷയെ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിന് പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നത് അവരുടെ ടീച്ചറായ ഡോക്ടർ ടീന തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാഷ്ട്രഭാഷ എല്ലാവരിലേക്കും എത്തുക, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക, എല്ലാവരിലേക്കും അതിൻ്റെ പ്രാധാന്യം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നടത്തിപ്പോകുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഡോക്ടർ ടീനയ്ക്കും ഒപ്പം നിന്ന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രത്യേക അനുമോദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഈ കോമ്പറ്റീഷനിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയിരിക്കുന്ന കുട്ടികളുടെ പേരുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ 3ാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് അബിന ഇമാനുവേൽ, 3rd ഇയർ BA ഇംഗ്ലീഷ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ആൻമരിയ ജോൺ, D2 ഇംഗ്ലീഷ്. ആൻഡ് ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു സുമയ്യ, മൈക്രോബയോളജി 2nd ഇയർ. വിജയികൾക്ക് എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഒപ്പം ഒരിക്കൽ കൂടെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിനും ഒപ്പം ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം പഴശ്ശിരാജ കോളേജിൽ കണ്ടക്ട് ചെയ്തതിനും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
सबको मेरा प्रणाम। 14 सितंबर को भारत में हिंदी दिवस के रूप में मनाया जाता है। इस दिन हिंदी भाषा को आधिकारिक रूप से भारत की राजभाषा घोषित किया गया था। हिंदी केवल एक भाषा नहीं है, यह भारतीय विरासत और संस्कृति का प्रतिबिंब है। हिंदी विभाग द्वारा आयोजित अस्मिता हिंदी सप्ताह समारोह को सफल बनाने में हिंदी विभाग की अध्यक्षा डॉक्टर टीना जी ने हमारा मार्गदर्शन किया है। मैं तहे दिल से उन्हें धन्यवाद ज्ञापित करती हूँ। इस समारोह के अध्यक्ष डॉक्टर अनिल कुमार जी, हमारे प्राचार्य, उनको भी मैं धन्यवाद ज्ञापित करती हूँ। इस कार्यक्रम का उद्घाटन सामुदायिक गुरुवायूरपन कॉलेज की विभागाध्यक्षा डॉक्टर मीरा पीए ने किया है। आपको विचारों से हम लाभान्वित हुए, आपको भी मैं धन्यवाद ज्ञापित करती हूँ। आशीर्वचन देने के लिए आए हमारे कॉलेज के CEO फादर वर्गीस कोलमाउडी, हमारे कॉलेज के बरसार फादर जॉर्ज आलमुटिल, IQAC संयोजक डॉक्टर दिलीप एमआर, स्ववित पोषण निदेशक प्रोफेसर तारा फिलिप, आप सभी को आभार व्यक्त मैं करती हूँ। इस समारोह का आयोजन करने वाले सभी विद्यार्थियों को और प्रतिभागियों को भी मैं धन्यवाद ज्ञापित करती हूँ। धन्यवाद।